ആലിലത്താലി. രചന മുഹമ്മദ് റാഫി. അവതരണം സൽസാമുസ്തു. പെട്ടെന്ന് റൂമിൽ നിന്നിറങ്ങുമ്പോൾ നന്ദൂസം ഞങ്ങളെ യാത്രയാക്കാൻ ഒപ്പം കൂടിയിരുന്നു. അവളിലും വല്ലാത്തൊരു ടെൻഷൻ നിറയുന്നത് ഞാൻ കണ്ടു. എത്ര വഴക്കിട്ടാലും കുത്തുവാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചാലും യദുവിനെ കാണാതെ അവൾക്ക് ഉറക്കം വരില്ലെന്ന് മുമ്പേ അവളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള അവളെ വേദനയുടെ കാര്യം അവൾ പറയാതെ തന്നെ എന്താണെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. നന്ദുസ, പറഞ്ഞതൊന്നും മറക്കണ്ട കേട്ടോ. എന്താവശ്യം ഉണ്ടെങ്കിലും അപ്പം തന്നെ എനിക്ക് വിളിക്കണം. ഞാൻ വിളിച്ചോളാം ചിത്തോട്ടാ. എനിക്ക് അവിടുത്തെ കാര്യം ഓർക്കുമ്പോഴാണ് ടെൻഷൻ. ഇത്രയും ദിവസം നിങ്ങൾ ഒറ്റയ്ക്ക് അവിടെ, അത് ഓർക്കുമ്പോഴാണ്. അതൊന്നും നീ ഇപ്പോൾ ഓർക്കേണ്ട, ഞങ്ങൾ എന്തെങ്കിലും ചെയ്തോളാം. പിന്നെ ഹോട്ടലുണ്ടല്ലോ, ഇടയ്ക്ക് അവിടെ തന്നെ ആശ്രയം. അയ്യോ, ഹോട്ടൽ ഫുഡ് കഴിക്കല്ലേ, നമുക്ക് വേറെ എന്തെങ്കിലും വഴി നോക്കാം. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. പിന്നെ രുചിയുടെ ഭക്ഷണം മുമ്പിൽ കൊണ്ട് വെക്കുമ്പോഴും തട്ടിയെറിഞ്ഞവരൊക്കെ അതിൻ്റെ വില അറിയട്ടെ. വീട്ടിലൊരു മാടിനെ പോലെ എല്ലാം ചെയ്തിട്ടും അതിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത മഹാന്മാരൊക്കെ അറിയണം അവിടെ ഓടി നടന്ന് ചെയ്തവളുടെ കഷ്ടപ്പാട് എന്തോരം ഉണ്ടായിരുന്നെന്ന്. അല്ലെങ്കിലും കൂടെയുള്ളവർക്കും അവരുടെ വില മനസ്സിലാവില്ല. ഒന്ന് മാറി നിൽക്കണം, അവർ നമുക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നെന്ന് മനസ്സിലാക്കാൻ. യദുവിനെ നോക്കി ഞാൻ പറയുന്ന വാക്കുകൾ കേട്ട് കുറ്റബോധം കൊണ്ട് അവൻ്റെ മുഖം കുനിഞ്ഞിരുന്നു. ചെയ്തു പോയ തെറ്റുകൾ ഓർത്താവാം ആ കണ്ണുകളിൽ കണ്ണീര് ഉരുണ്ടുകൂടിയിരുന്നു. ചെയ്തു കൂട്ടുമ്പോൾ ഓർത്തില്ലല്ലോ ഒരിക്കലും ഇങ്ങനെ മാപ്പ് പറയാൻ പോലും കഴിയാതെ നിൽക്കേണ്ടി വരുമെന്ന്. എന്നാൽ ഞങ്ങൾ പോട്ടടി പെണ്ണേ, നിന്നെ ഒത്തിരി മിസ് ചെയ്യും. അതും പറഞ്ഞ് ഞാൻ വണ്ടിയിലേക്ക് കയറാൻ നിന്നതും പെണ്ണെൻ്റെ കയ്യിൽ പിടിച്ചു. ചിത്തോടാ, സൂക്ഷിച്ചു പോണട്ടോ, ഇന്നലത്തെ കാര്യം ഓർക്കുമ്പോൾ പേടിയാ. അതിന് ഈ കടവല്ല മോളെ വണ്ടി ഓടിക്കുന്നത്, നിന്റെ ജിത്തുവേട്ടനാണ് കേട്ടോ. നോട്ടം മുമ്പിലേക്കായിരിക്കും. അവളോട് അതും പറഞ്ഞുകൊണ്ട് ഞാൻ യദുവിനൊന്ന് നോക്കിയതും എൻ്റെ അമ്മയെ എന്നെ ഇപ്പം അരച്ച് കലക്കി കൊടുത്താൽ കുടിക്കുന്ന രീതിയിലാണ് നിൽപ്പ്. നിന്നെ ഞാൻ ശരിയാക്കി തരാം മോനെ. എന്നാൽ നീ പാലൂട്ടിക്കരികിലേക്ക് പോയിക്കോ, ഞങ്ങൾ ഇറങ്ങുക. അതും പറഞ്ഞുകൊണ്ട് അവളെ കവളിലൊന്ന് തട്ടിക്കൊണ്ട് ഞാൻ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നതും കണ്ട് നന്ദുവിനരികിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്ന യദുവിനെ അല്പനേരം മനഃപൂർവ്വം കണ്ടില്ലെന്ന് വെച്ച് ഞാൻ ഫോണിൽ ശ്രദ്ധ കൊടുത്തതും അത് അവസരമാക്കി യദു നന്ദുവിനരികിലേക്ക് നീങ്ങി നിന്നു. നന്ദു, ഒരു നേർത്ത ശബ്ദത്തോടെ അവൻ അവളെ വിളിച്ചതും അവൾ അവനെ നേരെ എന്തെന്നർത്ഥത്തിലൊന്ന് നോക്കി. ആ സമയം എന്തോ സംസാരിക്കാനായി അവൻ ഒരുങ്ങിയതും അവിടുന്ന് കണ്ടു അകത്തു നിന്നൊരു സ്റ്റാഫ് വന്ന് നന്ദുവിനെ വിളിച്ചുകൊണ്ട് അവിടേക്ക് വന്നത്. എന്നെ വിളിക്കുന്നുണ്ട്, എന്നാൽ നിങ്ങൾ പൊയ്ക്കോ, ഞാൻ അമ്മക്കരികിലേക്ക് ചെല്ലട്ടെ. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ യാത്ര പറഞ്ഞുകൊണ്ട് പാറട്ടിക്കരികിലേക്ക് ഓടി അകലുന്നത് കണ്ടപ്പോൾ സീറ്റിലേക്ക് ചാഞ്ഞിരുന്നു കൊണ്ട് ഞാൻ പൊട്ടിച്ചിരിച്ചു പോയി. എന്ത് കണ്ടിട വന്ന് നീ കടന്ന് കിണിക്കുന്നത്? എൻ്റെ ചിരി കേട്ട് വണ്ടിയിലേക്ക് ഇരുന്നു കൊണ്ട് എൻ്റെ കോളറിൽ പിടിച്ച് വലിച്ചുകൊണ്ടായിരുന്നു അവൻ്റെ ആ ചോദ്യം. ഒരു ചിരിയാനെ തന്നെ എന്നിലുള്ള അവൻ്റെ കൈകൾ ഞാൻ എടുത്തു മാറ്റിക്കൊണ്ട് അവനെ ഒന്ന് നോക്കി. പാവം ചെക്കൻ്റെ രോദനം. എൻ്റെ യദു, നിൻ്റെ അവസ്ഥ കാണുമ്പോൾ ആരായാലും ചിരിച്ചു പോകും. നീ അവളോട് സംസാരിക്കാൻ നിൽക്കുമ്പോഴൊക്കെ ഞാൻ ഇടയിൽ കയറി വരുന്നതാണല്ലോ നിനക്ക് പലപ്പോഴും എന്നോട് ദേഷ്യം വരാനുള്ള കാരണം. പക്ഷെ ഇപ്പം ഞാൻ ഇടയിൽ കയറി വരാതെ തന്നെ നിനക്ക് അവളോട് സംസാരിക്കാൻ കഴിഞ്ഞോ? അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ദൈവത്തിന് പോലും ഇഷ്ടമാവുന്നില്ല നീ അവളോട് സംസാരിക്കുന്നത്. അതിനുള്ള തെളിവാണ് ഇപ്പം ഇവിടെ കണ്ടത്. മനസ്സിലായോ? ശരിയാ ചിത്തു നീ പറഞ്ഞത്. ഇപ്പം എനിക്ക് തോന്നുന്നു അവളെ സ്നേഹം തിരിച്ചറിയാതെ അവളോട് ചെയ്ത ക്രൂരതയ്ക്ക് വീണ്ടും ദൈവം എന്നെ പരീക്ഷിക്കുകയാണ്. ഒരിക്കൽ ആഗ്രഹിച്ച് കൂടെ കൂട്ടിയവൾ ഹൃദയം കയറി മുറിച്ചു പോയതിൻ്റെ വേദനയിൽ ചെയ്തു കൂട്ടിയ പ്രവൃത്തികൾ കൊണ്ടും ദൈവം എനിക്ക് തിരിച്ചടി നൽകുമെന്ന്. പക്ഷെ ഞാൻ വിട്ടുകൊടുക്കില്ല ചിത്തു അവളെ മറ്റൊരാൾക്കും. എത്ര കാത്തിരുന്നിട്ടാണെങ്കിലും ഞാൻ എൻ്റെ പെണ്ണിനെ സ്വന്തമാക്കും. എന്നിട്ട് അകറ്റി നിർത്തിയതിൻ്റെ ഇരട്ടിയെ ഞാൻ അവളെ സ്നേഹം കൊണ്ട് മൂടും. ആ സ്നേഹം അവൾക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ നിനക്ക് പിന്നെ അവളെ പിടിച്ചു വെക്കാൻ പറ്റുമോ? അവളത് പറയില്ലെന്ന് ആരെക്കാൾ കൂടുതൽ നിനക്ക് തന്നെ അറിയാം. കാരണം നിന്റെ നന്ദുസിൻ്റെ മനസ്സ് നീ അറിഞ്ഞതുപോലെ മറ്റാരും അറിഞ്ഞിട്ടില്ല. ആ നിനക്കറിയാം ഞാൻ കെട്ടിയ താലി അയച്ചു മാറ്റി അവൾ മറ്റൊരു കൂട്ട് തേടിപ്പോവില്ലെന്ന്. എന്നെ നോക്കിക്കൊണ്ട് അവനത് പറഞ്ഞു തീർക്കുമ്പോൾ അവളെ നഷ്ടമാവില്ലെന്ന് വല്ലാത്തൊരു ആത്മവിശ്വാസം അവനിലുണ്ടെന്ന് എനിക്ക് തോന്നിപ്പോയി. പറയാൻ പറ്റില്ല ഇതു, നീ അവൾക്ക് കൊടുത്ത വേദന അത്രയും വലുതാണ്. തല്ലി നോവിച്ചത് അവൾ മറക്കും. പക്ഷെ നീ അവളുടെ ഹൃദയത്തെ കീറിമുറിച്ച വാക്കുകൾ ആ പെണ്ണിൻ്റെ മനസ്സിൽ നിന്ന് പോകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ എത്രയൊക്കെ സ്നേഹം കൊണ്ട് മൂടെന്ന് പറഞ്ഞാലും ചില വാക്കുകൾ ഏൽപ്പിക്കുന്ന മനസ്സിൻ്റെ മുറിവ് അതൊരിക്കലും ആയില്ല. ചിലപ്പോൾ ഒന്ന് ഓർക്കാത്തതുപോലെ അവൾ നടിക്കും. അല്ലാതെ അതൊന്നും അവൾക്ക് മറക്കാൻ കഴിയില്ല. അതാണ് ഇനി ഇന്ന് കാണാം അടുപ്പമെന്തെന്ന് അവൾക്ക് മനസ്സിലാവാത്തത്. നീ ഒത്തിരി ആത്മവിശ്വാസം അവളിൽ നിറയ്ക്കണ്ട. ചിലപ്പോൾ അവളെ സ്നേഹം കിട്ടാൻ വിധിയുള്ളത് മറ്റൊരാൾക്കാണെങ്കിലോ? ഞാനത് പറഞ്ഞതും ഒരു ഞെട്ടലോട് അവൻ എനിക്ക് നേരെ തിരിഞ്ഞതും അവൻ്റെ രൂക്ഷമായ നോട്ടം എന്നിൽ പതിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് പോവാം, വണ്ടി എടുക്ക്.
ഇടറിയ സ്വരത്തോട് അവനത് പറയുമ്പം ആ കണ്ണുകൾ നിറഞ്ഞിരുന്നു. തിരിച്ചുള്ള യാത്രയിൽ യദുവിൻ്റെ മൗനവും ഇനി 3 മാസം അമ്പാടി തറവാട്ടിൽ പാറൊട്ടിയിട്ട് നന്ദു ഉണ്ടാവില്ലെന്ന സങ്കടവും എന്നെ വല്ലാതെ അസ്വസ്ഥമാക്കിയിരുന്നു. യദുവും ജിത്തും പോയതും നന്ദുവിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ടെൻഷൻ നിറഞ്ഞിരുന്നു. ടേബിളിലിരിക്കുന്ന ജിത്തു സമ്മാനിച്ച ഫോണിലേക്ക് അവളൊന്ന് നോക്കിയതും അവളുടെ ഉള്ളിൽ നിറഞ്ഞ സന്തോഷത്തോടൊപ്പം ജിത്തു എന്ന സ്നേഹം അവളിൽ വല്ലാത്തൊരു അത്ഭുതം നിറച്ചിരുന്നു. കൂടപ്പിറപ്പ് പണത്തിന് വേണ്ടി വിൽക്കാൻ ഒരുങ്ങിയപ്പോൾ അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി യദുവേട്ടൻ വിലയിട്ട് ഉറപ്പിച്ച് കൂടെ കൂട്ടി. മനസ്സുകൊണ്ട് ഒരിക്കലും ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങൾക്ക് കുറ്റപ്പെടുത്തുമ്പോഴും മനസ്സിൽ ചെറിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെയായിപ്പോയി ജന്മമെന്നെങ്കിലും എന്നെ സ്നേഹിച്ചു തുടങ്ങുമെന്ന്. പക്ഷെ പ്രതീക്ഷ വറ്റിയുണങ്ങി എൻ്റെ ജീവിതത്തിലേക്ക് നിറം പകർന്നു തന്നതും എൻ്റെ ചുണ്ടിലെ മാഞ്ഞുപോയ പുഞ്ചിരിയെ തിരികെ കൊണ്ടുവന്നതും ആ സ്നേഹമായിരുന്നു, എൻ്റെ ജിത്തുവേട്ടൻ്റെ സ്നേഹം. എന്തിനാ ജിത്തുവേട്ട എന്നെ ഇങ്ങനെ സ്നേഹിച്ച് കൊല്ലുന്നത്? കണ്ട നാൾ തൊട്ടേ എന്നെ മനസ്സിലാക്കിയ സ്നേഹം, അത് മാത്രമാണ് ഇന്നും ഈ പെണ്ണിൻ്റെ സന്തോഷം കൂട്ടുന്നത്. ഈ ജന്മം എന്നെ സ്നേഹിക്കാൻ ഇനി ആരൊക്കെ വന്നു ചേർന്നാലും അതൊന്നും എൻ്റെ ജിത്തുവേട്ടൻ പകരമാവില്ല. അത്രയും പരിശുദ്ധമായ സ്നേഹത്തിനൊപ്പം നിൽക്കാൻ മറ്റൊരാൾക്കും പറ്റില്ല. 2 ദിവസമായിട്ട് യദുവിൽ കാണുന്ന ചില മാറ്റങ്ങൾ അവളിൽ പ്രതീക്ഷ നിറച്ചെങ്കിലും അതിൻ്റെ ഉള്ളു തുറന്ന് സന്തോഷിക്കാൻ അവൾക്ക് പേടി പോലെ തോന്നി. മോളെ, നീ ഒന്നും കഴിക്കുന്നില്ലേ? എന്നെ നിർബന്ധിച്ച് കഴിപ്പിച്ചിട്ട് നീ ഇതെന്താലോചിച്ചിരിപ്പാ? പാറുട്ടിയുടെ വാക്കുകളായിരുന്നു നന്ദുവിനെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത്. ഞാൻ കഴിച്ചോളാമേ. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, എന്തെങ്കിലും കഴിച്ച് കിടക്കാൻ നോക്ക്. അമ്മേ, നമുക്ക് ശാരദയേച്ചി ഒന്ന് വിളിച്ചു നോക്കിയാലോ? നാളെ മുതൽ ഏട്ടനും ചിത്തുവേട്ടനും വീട്ടിൽ തനിച്ചല്ലേ. അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കാൻ അവരെ കൊണ്ട് തനിയെ പറ്റില്ല. അടുക്കളയിൽ എന്തെങ്കിലും സഹായത്തിനെങ്കിലും ഒരാളെ കിട്ടിയാൽ മതി. അവരെ കാര്യം ഓർക്കുമ്പോഴാണ് വിഷമം. ഞാനും അത് ആലോചിച്ചു മോളെ. എന്തായാലും അമ്മ നാളെ ശാരദക്കൊന്ന് വിളിച്ചു നോക്കട്ടെ. വന്നാ ഭാഗ്യം. ഇപ്പം മോൾ ഓരോന്ന് ആലോചിച്ചിരിക്കാതെ വല്ലതും കഴിച്ച് കിടക്കാൻ നോക്ക്. അമ്മയുടെ വാക്കുകൾ അവളിൽ നേരിയ ആശ്വാസം നിറച്ചിരുന്നു. പിറ്റേന്ന് പുലർച്ചെ തന്നെ നന്ദു എണീറ്റിരുന്നു. അതിരാവിലെ അമ്മക്ക് കുഴമ്പിടണം, കൂടെ കാൽപദങ്ങളിലും. കുഴമ്പ് ചൂടാക്കി കഴിഞ്ഞതും 30 മിനിറ്റെങ്കിലും കാൽപാദങ്ങളിൽ മസാജ് ചെയ്യണം. ഇന്നലെ രാത്രി കിടക്കാൻ നേരവും വൈദ്യൻ അവളെ ഓർമ്മിപ്പിച്ചിരുന്നു. വേഗം എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് കുഴമ്പ് ചൂടാക്കി കൊണ്ടുവന്ന് കാൽപാദങ്ങളിൽ മസാജ് ചെയ്ത് കൊടുത്തു. 1/2 മണിക്കൂർ കഴിഞ്ഞതും അവൾ അമ്മയുടെ കാലിൽ ചൂട് പിടിച്ച് കൊടുക്കുമ്പോഴാണ് അവളുടെ ഫോൺ റിങ് ചെയ്തത്. ടേബിളിൽ കൈ എത്തിച്ചുകൊണ്ട് ഫോൺ എടുത്തതും സ്ക്രീനിൽ തെളിഞ്ഞു നിൽക്കുന്ന പേര് കണ്ടതും മുഖം സന്തോഷത്താൽ തിളങ്ങിയിരുന്നു. ആരായിരിക്കാം വിളിച്ചത്? യദുവാണോ ജിത്തുവാണോ? കാത്തിരിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. തൊട്ടപ്പുറത്തുള്ള ബെലൈക്കണും കൂടെ പ്രസ് ചെയ്ത് ഇൻഷാ അല്ലാ അടുത്തൊരു ഭാഗവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, Miss Elsa Musta signing out. Thank you for watching. Bye bye.